ഏതായാലും ഇടതുവശത്തുള്ള സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേകത വല്ലതുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. യു ഡി എഫിലും ഇതേമാതിരി സ്ത്രീകളുണ്ട്. സൈബർ ആക്രമണമൊക്കെ ഉണ്ടായും ചെയ്തിന്. അന്നൊന്നും കേസെടുക്കാതെ ഇപ്പോൾ പിണറായി സർക്കാർ പെട്ടെന്ന് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. ഇത് രണ്ടും സ്ത്രീകൾ തന്നെയല്ലേ, അല്ലാതെ പുരുഷന്മാരൊന്നുമല്ലല്ലോ? എനിക്കൊരു സംശയം അങ്ങനെ വരുമ്പോൾ ഇടതുവശത്തുള്ളത് സ്ത്രീകളും വലതുവശത്തുള്ളതൊക്കെ പുരുഷന്മാരുമാണോ? എന്താ ഇങ്ങനെ ഒരു ഭാവം പിണറായി സർക്കാരിന്? കേസെടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാളതിനും ഒരേമാതിരി കേസെടുക്കണം, അല്ലെങ്കിൽ പിന്നെ ആ വിഷയം അങ്ങനെ വിടും വേണം. ഇതിപ്പോൾ എന്തിനും വേണ്ടിയിട്ടാണ് ഒരാളത് മാത്രം എത്ര പെട്ടെന്ന് കേസെടുത്ത് പോയത്? ഇതൊക്കെ വളരെ ഒരു മോശമായിട്ടുള്ള പരിപാടിയല്ലേ? ഇപ്പോൾ ഇതേ സ്ഥാനത്ത് യു ഡി എഫിൻ്റെ ഒരു മെമ്പറെ സൈബർ ആക്രമണം ചെയ്തപ്പോൾ ഒരു കേസോ കാര്യങ്ങളോ ഒന്നും എടുക്കാനൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് കേസെടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരാരും എത്തി കേസെടുത്തിട്ടൊന്നുമില്ല. ഇന്നലെ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞപ്പോൾ തന്നെ കേസെടുക്കലും കേസ് രജിസ്റ്റർ ചെയ്യലും ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പരിപാടിയും പെട്ടെന്ന് കഴിഞ്ഞാണ്. അപ്പം നോക്കണം നിങ്ങൾ, ഇവരുടെ ആൾക്കാരായാൽ മതി, വേറൊന്നും ആവണ്ട. അത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലാണത്. അല്ലെങ്കിൽ രണ്ടും സ്ത്രീകൾ തന്നെയല്ലേ? ഇതും സ്ത്രീയാണ്, അതും സ്ത്രീയാണ്. ഇങ്ങനെ വിവേചനം പാടുണ്ടോ സ്ത്രീകൾക്കായിട്ട്? അതിനെ പറ്റി ഒന്ന് പറഞ്ഞു തരട്ടെ നിങ്ങൾ. ഞാൻ എത്രമാത്രം ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഫീൽഡിൽ ആക്റ്റീവ് ആണോ അത്രത്തോളം എനിക്ക് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വന്നപ്പം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. അതൊരിക്കലും ഞാൻ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ആ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സുകളിൽ അതിന്റെ അടിയിൽ വരുന്ന ഓരോ എഴുത്തുകളും പരിശോധിച്ച് നോക്കി കാണാൻ പറ്റും. ഇപ്പോൾ ഇത് എന്നെ പോലെയുള്ള ഒരു UDF കാൻഡിഡേറ്റിന് നേരെയാണ് ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ നടക്കുന്നത്. എന്തേ ഇതിന് മറുപടി ഇല്ലേ? ഇത് കേരളത്തിലുള്ള സാംസ്കാരിക പ്രവർത്തകർ കാണുന്നില്ലേ? സാമൂഹികപരമായിട്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് കാണുന്നില്ലേ? ഇനി എന്തിനേറെ സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് പറയുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടല്ലോ, അവരിത് കാണുന്നില്ലേ? വനിതാ കമ്മീഷൻ ഇവിടെ ഉണ്ടല്ലോ. ഒരു പരാതിയും ഇല്ലാതെ നേരിട്ട് കേസെടുക്കുന്ന വനിതാ കമ്മീഷന് ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് മാധ്യമത്തിൽ നടക്കുന്ന അധിക്ഷേപം കാണുന്നില്ലേ? അപ്പോൾ എന്നെ പോലെയുള്ള ആളുകളെ അവോയ്ഡ് ചെയ്യുകയും എന്നാൽ ചില ആളുകൾക്ക് തൽപര കക്ഷികൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇരട്ടാത്താപ്പ് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെയുള്ള പേരാമ്പ്രയിലെ ആളുകൾ നോക്കിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, അതിന് പുറത്തും ഇവര് വ്യാപകമായിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിയാനുള്ള അറിവും കഴിവും കരുത്തും പൊളിറ്റിക്കൽ വിഷനും ഈ പേരാമ്പ്രയിലുള്ള ജനങ്ങൾക്കുണ്ട്. ശക്തമായ നിയമ നടപടി ഉണ്ടാവും. തീർച്ചയായിട്ടും നിയമവുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. അല്ലെങ്കിൽ ഇവിടെയുള്ള സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ എന്നോ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്, ബോഡി ഷേമിംഗ്, സ്ത്രീകൾക്ക് നേരെയുള്ള അറ്റാക്ക്. അത് ഇടതുപക്ഷത്തിൽപ്പെട്ട ആളുകൾക്ക് നേരെ വരുമ്പോൾ മാത്രമാണോ സംസാരിക്കേണ്ടത്? എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്ക് നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും വേണം എന്ന് ഗവൺമെന്റിനോട് ഒരുപാട് തവണ നമ്മൾ റിക്വസ്റ്റ് ചെയ്തതാണ്. ഒരുപാട് മരണങ്ങൾ ഇത്തരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും ഇതുപോലെയുള്ള ആത്മധൈര്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം ഇനി ഇത്തരത്തിൽ ഫേക്ക് ഇൻഫർമേഷൻസ് പ്രചരിപ്പിക്കുന്നതിനെതിരെയൊക്കെയുള്ള നിയമങ്ങൾ എന്തുകൊണ്ട് ഈ സർക്കാർ സംവിധാനത്തിൽ കൊണ്ടുവന്നില്ല? അപ്പൊ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ആരൊക്കെ ഈ വിഷയത്തിൽ ഏറ്റവും യുക്തമായിട്ട്, അതായത് യാതൊരു രൂപത്തിലുള്ള പൊളിറ്റിക്കൽ ബാരിയേഴ്സിനപ്പുറത്ത് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിക്കാണുക. പിന്നെ ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണ്ടിട്ടോ.